നമസ്കാരം. എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ ആൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ AKPD എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വലതുവശത്തിരിക്കുന്നത് ശ്രീ ശിവകുമാറാണ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രവികുമാറുണ്ട്, അനിൽകുമാറുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സാബുവും രാജനും ഉണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം. മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം. ഇന്ന് ഞങ്ങൾ ഈ കൺവെൻഷൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് AKPD എന്നൊരു സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ഈ വരുന്ന 8-ാം തീയതി ഞായറാഴ്ച കോവളത്തുള്ള ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ AKPD എന്ന സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2006 കേരളത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ഞങ്ങള് കേരളത്തിലാകെ 11,000-ഓളം ഡീലേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് 700-ഓളം ഡീലേഴ്സ് ഞങ്ങളുടെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനത്തിൽ കുറച്ച് മന്ദത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ വളരെ ശക്തമായ പ്രവർത്തനം നടത്തി വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വ്യാപാര മേഖല, പ്രത്യേകിച്ച് പെയിന്റ് വ്യാപാര മേഖല വളരെ മോശമായ അവസ്ഥയിലാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണ മേഖലയുടെ ഒരു തകർച്ച അല്ലെങ്കിൽ സ്തംഭനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം, അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിർമ്മാണ മേഖല വളരെ മോശമായ അവസ്ഥയിൽ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു പങ്കാണ് ഞങ്ങൾക്കുള്ളത്. പെയിന്റ് വ്യാപാരികൾ എന്ന് പറയുന്നത് വീടിനും അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് പെയിന്റ് ചെയ്യുന്ന ഡീലേഴ്സ് ആണ് ഞങ്ങളുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഈ മേഖല വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ പല നയങ്ങളാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ ചുമത്തിയ ടാക്സ്, അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫീസ്, പെർമിറ്റിനുള്ള ഫീസ്, ഇതൊക്കെ കുത്തനെ കൂട്ടിയത് കാരണം ഇപ്പൊ പുതുതായിട്ട് വീടുകളുടെ വർക്ക് നടക്കുന്നില്ല, കുറവാണ്, താരതമ്യേന തുലവും കുറവാണ്. അപ്പൊ ഇത് കാരണം ഞങ്ങൾക്ക് ഈ പെയിന്റിങ്ങും റീപെയിന്റിങ്ങും ഒന്നും നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ കോൺട്രാക്ടേഴ്സ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തരുന്നില്ല. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പിഴവായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് അവർക്ക് കാശ് കിട്ടാത്തത് കൊണ്ട് അവർ ഞങ്ങൾക്കും തരുന്നില്ല. ഇത്തരത്തില് ഈ മേഖല വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഞങ്ങൾ ഈ കൺവെൻഷൻ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 700 ഡീലേഴ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരും അവരുടെ കുടുംബവും, അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്റ്റാഫുകളുടെ കുടുംബവും, അതൊരു വലിയ ജനവിഭാഗമാണ്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഞങ്ങൾക്കുണ്ട്. അത് എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ കൺവെൻഷൻ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നജ, അതോടെ തന്നെ ശ്രീ ജോജി പീറ്റർ, വർക്കിംഗ് പ്രസിഡന്റ് സ്മിത്ത് പാലപ്പുറം, ഇത്തരത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കള് പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, ഇത് രണ്ടും ശരിയാണ്. ഒന്ന്, നേരത്തെ നമുക്കറിയാം, നമ്മൾ നാട്ടുപുറത്ത് അല്ലെങ്കിൽ സിറ്റിയിലായാലും ശരി തന്നെ നമ്മളൊരു കെട്ടിടം വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും വ്യാപാരിയിൽ നിന്നായിരിക്കും നമ്മൾ പെയിന്റ് വാങ്ങുന്നത്. ഇപ്പോഴങ്ങനെയല്ല. കുറച്ചുകൂടെ ഈ കമ്പനികൾ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഓൺലൈൻ വ്യാപാരം നടത്തുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ വലിയ ആശങ്കയാണ്. നമുക്ക് അറിയാം, ഇൻസ്റ്റാമാർട്ട് പോലെയുള്ള കമ്പനികൾ ഇപ്പം വളരെ അവരുടെ അതിപ്രസരം കൂടിയിട്ടുണ്ട്. ഒരു 5 മുതൽ 7 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒരു വീട് ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് മുതൽ കർപ്പൂരം മുതലുള്ള മുഴുവൻ സാധനങ്ങളും എത്തിക്കുന്ന, ഒരു 5-10 മിനിറ്റിനകത്ത് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇൻസ്റ്റാമാർട്ട്. അതെ, ഡയറക്റ്റ് ചില കമ്പനികൾ ചെയ്യണം. അപ്പൊ അതിനെതിരെയും ഞങ്ങൾ ഈ സംഘടന ആലോചിക്കുന്നു. ഡയറക്റ്റ് ചില കമ്പനികൾ, എല്ലാ കമ്പനികളല്ല, ചില കമ്പനികൾ, അവരുടെ ഈ തെറ്റായ പോളിസിയും ഈ പറഞ്ഞ പോലെ ഈ പ്രതിസന്ധിക്ക് കാരണമാണ്. സത്യത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പൊ നമുക്കുള്ളത്. നമുക്കറിയാം, ഈ കെട്ടിട നിർമ്മാണ മേഖല വളരെ മോശമായ അവസ്ഥയിലാണ് പോകുന്നത്. കെട്ടിടങ്ങളുടെ ഒരു 50% വർക്കുകൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപെയിന്റിംഗ് ആണ് ഞങ്ങൾക്ക് 70% കച്ചവടം തരുന്നത്. പക്ഷെ അത് ഗവൺമെന്റ് സെക്ടറാണ്. ഒരു 50 മുതൽ 60% ഒരു ഗവൺമെന്റ് സെക്ടറാണ്. ആ ഗവൺമെന്റ് സെക്ടറിൽ വർക്കൊന്നും നടക്കുന്നില്ല. വർക്ക് നടക്കുന്നുണ്ടെങ്കിലും കാശ് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ സെയിലും കുറഞ്ഞു. ഇത്തരത്തിൽ വളരെ മോശമായ ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത്.